കാര്യങ്ങളൊക്കെ വരുമ്പോൾ വരട്ടെ എന്ന് വിചാരിക്കുന്നതാണ് ചില ആളുകൾ. അതിനെന്തിനാ ഇത്ര വലിയ പ്ലാനിങ്ങിന്റെ ഒന്നും ആവശ്യമില്ല. ആ കപ്പം വരുമ്പോൾ വരുന്നതിനനുസരിച്ച് നമുക്ക് ചെയ്യാം. അത് ഒരു പർട്ടിക്കുലർ റീച്ചിൽ എത്തിയതിന് ശേഷം പറയുമ്പോൾ ഒരു രസമുണ്ട്. ഒരു റീച്ചിലും എത്താതാണ് നമ്മൾ പറയുന്നതെങ്കിൽ അതിനൊരു രസം ഉണ്ടാവില്ല. കാരണം നിങ്ങൾ എവിടെയോ നിൽക്കുന്ന ഒരാളടുത്ത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കയറി വരുമ്പോൾ ഇനി എന്താ ചെയ്യുക എന്ന് ചോദിക്കുള്ളൂ. കാരണം ആ സമയത്ത് വന്ന് കയറുന്ന റിക്വയർമെന്റിന്റെ പ്രോബ്ലം എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് റിക്വയർമെന്റിന്റെ സൊല്യൂഷൻ എന്താന്നുള്ളത് ആ സമയത്ത് ചിലപ്പോൾ ചിന്തിച്ചാൽ വിചാരിക്കുന്ന രൂപത്തിലാവില്ലല്ലോ റിക്വയർമെന്റുകൾ വന്നു കയറുന്നത്. അപ്പൊ പ്ലാനിങ് എന്ന് പറയുന്നത് എപ്പോഴെങ്കിലൊക്കെ മതി. അത് വരുമ്പോ അപ്പൊ നോക്കാം എന്ത് പ്ലാനിങ്ങിന്റെ ആവശ്യം. ഇത്രയും മുൻകൂട്ടി പ്ലാൻ ചെയ്ത ആളുകളുണ്ട് ഇവിടെ ഭൂമിയിൽ. അവർക്കൊക്കെ വല്ല കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഇത്രയും പ്ലാൻ ചെയ്യുന്ന ആളുകൾ എൻ്റെ കൂട്ടുകാരുണ്ട്, എൻ്റെ വീട്ടുകാരുണ്ട്, നാട്ടുകാരുണ്ട്, പരിചയക്കാരുണ്ട്. ഇവർക്കൊന്നും സംഭവിച്ചിട്ടില്ല, ഇവർക്കൊന്നും നേടാൻ പറ്റിയിട്ടില്ല എന്ന് നമ്മളിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? ഏതെങ്കിലും ഒന്നോ രണ്ടോ മൂന്നോ പ്രൊജക്ടുകൾ ഭയങ്കര ആക്റ്റീവ് പ്ലാനർ ആയിരിക്കും. ചില ആളുകൾ വളരെ ആക്റ്റീവ് പ്ലാനർ സാർ. പ്ലാനിങ് മികച്ച പ്ലാൻ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആക്റ്റീവ് പ്ലാനിങ്ങിന്റെ അകത്ത് വളരെ ആക്റ്റീവ് ആയിരിക്കും. ഈ മികച്ച പ്ലാനിങ് എക്സിക്യൂട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ മികച്ച പ്ലാൻ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് പ്ലാനിന്റെ മുകളിൽ വർക്ക് ചെയ്യുകയോ ചെയ്യുമ്പോൾ ആക്റ്റീവായിട്ട് പ്ലാനിങ്ങിന്റെ മുകളിൽ തന്നെ ആക്റ്റീവായിട്ടിരിക്കും. ചിലർ മികച്ച പ്ലാനറുമായിരിക്കും. മികച്ച പ്ലാനർ വിജയിച്ചുള്ള നിർബന്ധവുമില്ല. അപ്പോൾ ഇവരെ ഒന്നോ രണ്ടോ പ്രൊജക്ടുകളൊക്കെ ഇവർ പ്ലാൻ ചെയ്യുന്നത് കണ്ട് പിന്നെ അവർക്കും അടുത്തിട്ടുണ്ടാകും. അവർക്ക് ഇൻവെസ്റ്റർ കിട്ടാതാകുമ്പോഴോ അല്ലെങ്കിൽ അത് തുടങ്ങാനുള്ള വേറെ മോട്ടിവേഷൻ ഇല്ലാതാകുമ്പോൾ അല്ലെങ്കിൽ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന ആളുടെ എണ്ണം കൂടുമ്പോൾ പലപ്പോഴും ഇതിന്റെ അനാലിസിസ് ആണല്ലോ നടത്താറില്ല. അപ്പൊ പ്ലാനിങ് മൊത്തത്തിൽ പറയുമ്പോൾ പ്ലാനിങ് നിർബന്ധമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഫാമിലി പ്ലാനിങ് എന്ന് പറയുന്ന സാധനം രാജ്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത് ഈ ഒരു പ്ലാനിങ് എന്നുകൊണ്ട് തന്നെയാണ്. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻഡിവിജ്വൽ അവരുടെ രാജ്യത്ത് കൂടുകയോ കുറയുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. കൂടുമ്പോഴും പ്രശ്നമുണ്ട്, കുറയുമ്പോഴും പ്രശ്നമുണ്ട്. ഓരോ രാജ്യത്തിന്റെ റിസോഴ്സിനും ആബിലിറ്റിക്കും ഒക്കെ അനുസരിച്ച്. അപ്പൊ അതിനനുസരിച്ചായിരിക്കും അവരവരുടെ ഫാമിലി പ്ലാനിങ് ജനങ്ങളോട് അനൗൺസ് ചെയ്യുക. അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവേണ്ട ആവശ്യം ആക്ച്വലി ഇല്ല. നേച്ചുറലി അതൊക്കെ സോൾവ് ചെയ്യാനുള്ള യഥാർത്ഥ ലീഡേഴ്സിന് സാധിക്കും. പക്ഷെ ലീഡർഷിപ്പിനകത്ത് തന്നെ സംശയവും പേടിയും അത്ര തന്നെ കഴിവില്ലാത്ത ലീഡേഴ്സൊക്കെ ആകുമ്പോൾ അവർക്ക് ഒരുപാട് ഇത്തരത്തിലുള്ള റോങ് അഡ്വൈസസ് കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ ഏത് വിഷയത്തിലാണ് നമുക്ക് പ്ലാനിങ് വേണ്ടത്? ആദ്യം നമുക്ക് വേണ്ട പ്ലാനിങ് പ്രൈമറി നമുക്ക് വേണ്ട പ്ലാനിങ് നമ്മളുടെ ഹെൽത്ത് ആൻഡ് ബ്യൂട്ടിയിലാണ് പ്ലാനിങ് വേണ്ടത്. ഹെൽത്ത് ആൻഡ് ബ്യൂട്ടിയിൽ പ്ലാനിങ് ഉണ്ടെങ്കിൽ ഒരാളുടെ ബേസിക് സസ്റ്റൈനബിലിറ്റി ഉള്ളൂ. ബേസിക് സസ്റ്റൈനബിലിറ്റി ഈ ദൈവം അല്ലെങ്കിൽ യൂണിവേഴ്സൽ എനർജി നമുക്ക് ഒരു ആരോഗ്യം, ഒരു ശരീരം തന്ന് ഭൂമിയിലേക്ക് ജനിക്കാൻ, ഭൂമിയിൽ ജീവിക്കാൻ ഒരു അവസരം നൽകിയിട്ടുണ്ടെങ്കിൽ ആ കാഴ്ച കാണാനുള്ള കണ്ണിനെ സംരക്ഷിക്കുകയോ കാഴ്ച കാണേണ്ട കേൾക്കേണ്ട ചെവിയെ സംരക്ഷിക്കുകയോ അത് കൊണ്ടു നടക്കേണ്ട ശരീരത്തിനെ സംരക്ഷിക്കുകയൊക്കെ ചെയ്യേണ്ട നമ്മൾ അതിനെ സംരക്ഷിക്കുക എന്നുള്ളതൊരു ബേസിക് റെസ്പോൺസിബിലിറ്റിയാണ്. ലോകത്ത് ആരും അത് ഏറ്റെടുക്കില്ല. അവനവന്റെ ആരോഗ്യവും സൗന്ദര്യവും മറ്റൊരാൾ ഏറ്റെടുക്കില്ല. അപ്പൊ അതിനൊരു പ്ലാനിങ് വേണം. ആ പ്ലാനിങ് ആണ് നമുക്ക് പലപ്പോഴും കുറയുക. അത് ഞാൻ അങ്ങനെ നോക്കാറില്ല. വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്നതിൽ സ്ത്രീകൾ പൊതുവെ പറയും അവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ടെങ്കിൽ കഴിക്കുമെന്നല്ലാതെ നമ്മുടെ അങ്ങനെയല്ല. നമ്മളും അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കണം. നമ്മൾ ആദ്യം കഴിക്കണോ പിന്നെ കഴിക്കണം എന്നുള്ളതൊക്കെ സൗകര്യം പോലെ. പക്ഷെ ആ പ്ലാനിനകത്ത് നമ്മളും കൂടി ഉണ്ടാവണം. അപ്പൊ അങ്ങനെയുള്ളൊരു പ്ലാനാണ് നിർബന്ധം. അപ്പൊ അതിനുവേണ്ടി സമയം ഉണ്ടാവണം, അതിനുവേണ്ടി കാര്യങ്ങളും സൗകര്യങ്ങളും ഉണ്ടാക്കണം, അതിനുവേണ്ടി കാര്യങ്ങൾ ചെയ്യേണ്ട രൂപത്തിൽ ചെയ്യണം. അപ്പൊ ചെറിയ കുട്ടികളാണ് ഇത് കേൾക്കുന്നതെങ്കിൽ നിങ്ങൾ ആലോചിക്കേണ്ടത് നിങ്ങളുടെ ശരീരത്തിന്റെ, നിങ്ങളുടെ ആരോഗ്യത്തിന്റെ, നിങ്ങളുടെ സൗന്ദര്യത്തിന്റെ ഒക്കെ കാര്യം നിങ്ങളുടെ കയ്യിൽ തന്നെ കിടക്കുന്നത്. നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തി നിങ്ങളുടെ ആരോഗ്യത്തെ വർദ്ധിപ്പിക്കാനോ ആരോഗ്യത്തെ തകർത്ത് കളയാനോ സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കാനോ സൗന്ദര്യത്തെ തകർത്ത് കളയാനോ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളുടെ ആക്ടിവിറ്റി പ്ലാൻഡ് ആയിരിക്കണം. എനി ടൈപ്പ് ഓഫ് ആക്ടിവിറ്റി, തോട്ട്സ് ആയിരുന്നാലും അത് വേർഡ്സ് ആയിരുന്നാലും അതുപോലെ പ്രവൃത്തി മണ്ഡലത്തിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിലും എക്സസൈസ് ചെയ്യുകയാണെങ്കിലും ഒക്കെ. ചിലപ്പോൾ പാർക്കുകളൊക്കെ പോകുന്ന സമയത്ത് എക്സസൈസ് ചെയ്യാൻ വേണ്ടി രാവിലെ പോകുന്ന സമയത്ത് ചിലപ്പോഴൊക്കെ ചില ആളുകൾ വളരെ റോങ് ആയിട്ട് എക്സസൈസ് ചെയ്യുന്നവരെ കാണാം. അത് റോങ് ആണെന്നൊക്കെ മനസ്സിലായത് വലിയ എക്സസൈസിൽ വലിയ പ്രാവീണ്യം നേടിയ, ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ PhD ഒക്കെ നേടിയ ആളുകളോട് കാണുകയും സംസാരിക്കുകയൊക്കെ ചോദിക്കുമ്പോൾ പറയാം അതൊക്കെ റോങ് ആണ്. ചില ആളുകൾ ചിലതൊക്കെ അങ്ങനെ സ്വന്തമായിട്ട് ഉണ്ടാക്കും. എല്ലാ എക്സസൈസുകളും സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ കഴിയില്ല. കാരണം ചിലതൊക്കെ നമ്മുടെ ബോഡിക്ക് തകരാറുണ്ടാവും.
അപ്പോൾ എല്ലാം എങ്ങനെ ചെയ്താലും നന്നാവുമെന്ന് ഇല്ല. അപ്പോൾ അതിനൊരു പ്ലാനുണ്ട്. അതിനനുസരിച്ച് നമ്മുടെ ബോഡിക്ക് വർക്ക് ചെയ്യാൻ പറ്റും. പ്ലാനിനെതിരായിട്ട് എന്ത് സംഭവിച്ചാലും ഇപ്പം നിങ്ങൾ നടന്നു പോകുന്ന നമ്മൾ ഒരു കാലിൽ പോയിട്ട് കാല് ഇടിച്ചാൽ അത് ഒരു റെഗുലർ മൂവ്മെന്റിന് എതിരാണ്. അപ്പോൾ അതിനെതിരെ അത് കാല് റിയാക്ട് ചെയ്യും. കാല് പടം മറിയാന്ന് പറയും, കാല് തിരിഞ്ഞു പോകാന്നൊക്കെ പറയും. അങ്ങനെ ചെയ്താൽ അതും ഒരു റിയാക്ഷൻ ഉണ്ടാവും. അത് ഇറഗുലാരിറ്റി എന്ത് സംഭവിച്ചാലും ശരീരം അതിനോട് പ്രതികരിക്കും. അപ്പോൾ എല്ലാ പ്രവർത്തിക്കും അതിനകത്തൊരു പ്ലാനിങ് ഉണ്ടാവണം. ഫുഡാണെങ്കിൽ ഫുഡിനൊരു പ്ലാനിങ് ഉണ്ടാവണം. ഫുഡിന് തന്നെ കണ്ടൻസ്, ഫുഡിൻ്റെ സ്റ്റൈല്, ഫുഡിൻ്റെ ടൈപ്പ്, ഫുഡിൻ്റെ എല്ലാത്തിനും നമുക്കൊരു പ്ലാനിങ് ഉണ്ടാവണം. നമ്മൾ പ്ലാൻ ചെയ്യുന്നത് നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ടാണ്. എല്ലാവരുടെ കാലിനും എല്ലാവരുടെ മസിൽസിനും ഒരേ ഉറപ്പായിരിക്കണം, ഒരേ ശക്തി ആയിരിക്കണം, ഒരേ ഷേപ്പ് ആയിരിക്കണം എന്നില്ലല്ലോ. എല്ലാവരുടെ ചിന്തകൾ ഒരുപോലെയല്ല, എല്ലാവരുടെയും ജെനറ്റിക്സ് ഒരുപോലെയല്ല. അപ്പം ബേസിക് ആയിട്ട് അവനവന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ഹെൽത്ത് ആൻഡ് വെൽനസ്സുമായി, സൗന്ദര്യവുമായി ഒക്കെ ബന്ധപ്പെട്ട് ഒരു പ്ലാനിങ് ഉണ്ടാക്കിയെടുക്കലാണ് ഏറ്റവും ആദ്യമായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ടാവാൻ നമുക്ക് സാധിച്ചാൽ നമ്മൾ വൺ ബൈ വൺ ആയിട്ട് ഒരു പ്ലാനിങ് ചെയ്യും. ഏറ്റവും വലിയൊരു പ്ലാനിങ് വേണ്ടത് എമോഷണൽ കൺട്രോളിൽ ഒരു പ്ലാനിങ് ആവശ്യം. എവിടെയൊക്കെ എമോഷണലി ബ്ലാസ്റ്റ് ആവാൻ പറ്റും, എവിടെയൊക്കെ എമോഷണലി കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്, എവിടെയാണ് എമോഷണൽ സസ്റ്റൈനബിലിറ്റി ഉണ്ടാവേണ്ടത്, എമോഷണൽ മാനേജ്മെന്റ് എവിടെ ഉണ്ടാവണം എന്നതിനെ കുറിച്ചുള്ള ഒരു കൃത്യമായ ഒരു പ്ലാനിങ് നമുക്ക് വേണം. ആ സമയത്ത് പോയിട്ട് എമോഷണലി ബ്ലാസ്റ്റ് ആവുന്നത് പൊതുവെ നമ്മൾ കണ്ടുവരാറ് അതൊരു അൺപ്ലാൻഡ് ആയിട്ടുള്ള ലിവിങ്ങിന്റെ ഭാഗമാണ്. അങ്ങനെ അതൊരു ക്യാരക്ടർ കുറവാണ്, അല്ലെങ്കിൽ ഒരു ബിഹേവിയറിൽ, പെരുമാറ്റത്തിൽ ഒരു വളരെ മോശപ്പെട്ട ഒരു അവസ്ഥ, അങ്ങനെ പലതും ഉണ്ടാവാറുണ്ട്. ഇപ്പൊ പ്ലാൻഡ് ആണോ എന്ന് നമ്മൾ നോക്കുക. വീട്ടിലുണ്ടായി വന്ന ദേഷ്യം ഓഫീസ് ബോയിനോടോ കുട്ടികളോടോ കാണിക്കുന്ന ഉദ്യോഗസ്ഥരോ അധ്യാപകരെയൊക്കെ കാണാറുണ്ട്. അപ്പോൾ അവിടെ കൺട്രോൾ ചെയ്യേണ്ടത് കൺട്രോൾ ചെയ്യാൻ വേണം. നമ്മൾ വേറെ ആളുടെ പ്രയാസം മറ്റുള്ളവർക്ക് തീർക്കാൻ പാടില്ല. കള്ളൻ വീട്ടിൽ കയറിയത് കൊണ്ട് അയൽപക്കത്ത് വീട്ടിൽ കയറി കക്കാനൊന്നും പാടില്ല. അതൊരു വലിയ സംഭവമൊന്നുമല്ല. ഞാൻ മകളെ കെട്ടിക്കുമ്പോൾ സ്ത്രീധനം കൊടുക്കേണ്ടി വന്നു. അതുകൊണ്ട് പിന്നെ മകനെ കല്യാണം നടത്തുമ്പോൾ സ്ത്രീധനം ഞാൻ ഇങ്ങോട്ട് വാങ്ങാൻ തീരുമാനിച്ചു എന്ന് പറയുന്ന അത്ര ലോജിക്കൽ അല്ലാത്ത മറുപടികളൊക്കെ പറയുന്ന, ക്വാളിറ്റി ഇല്ലാത്ത മറുപടി പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ അൺപ്ലാൻഡ് ആയിട്ടുള്ള ലിവിങ്ങിന്റെ പാർട്ടായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് എമോഷണൽ പ്ലാനിങ് നിർബന്ധമാണ്. എല്ലാ നിലക്കുള്ള എമോഷണൽ ഏരിയയിലുള്ള പ്ലാനിങ് നിർബന്ധമാണ്. അതിന് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ഫോർ ബീങ് വിത്ത് ഓറഞ്ച് ആപ്പിൾ. ഗോഡ് ബ്ലെസ് യു. ലവ് യു ഓൾ.